എല്ലാവർക്കും കുട്ടീസ് കിഡ്സ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് മാന്ത്രിക ചതുരം എങ്ങനെയാണ് നിർമ്മിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒരു മാന്ത്രിക ചതുരമാണ്. ഇതിൽ 9 അക്കങ്ങളാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. 1 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ ഒരു പ്രത്യേക ക്രമത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുത്തനെയും വിലങ്ങനെയും കോണോട് കോണും കൂട്ടിയാലും നമുക്ക് ഒരേ ഉത്തരമാണ് കിട്ടുന്നത്. നമുക്കൊന്ന് കൂട്ടി നോക്കാം. ആദ്യം 4 കൂട്ടണം 3 കൂട്ടണം 8, നമുക്ക് എത്രയാണ് കിട്ടുന്നത്? ഉത്തരം കിട്ടുന്നത് 15 അല്ലേ? ഇനി ഇവിടെ 9 കൂട്ടണം 5 കൂട്ടണം 1, ഇവിടെയും ഉത്തരം 15 നമുക്ക് കിട്ടുന്നത്. അടുത്തതോ 2 കൂട്ടണം 7 കൂട്ടണം 6, 15. ഇനി നമുക്ക് ഇങ്ങനെ കൂട്ടി നോക്കാം. 4 കൂട്ടണം 9 കൂട്ടണം 2, ഉത്തരം 15. ഇവിടെയോ 3 കൂട്ടണം 5 കൂട്ടണം 7, 15 കിട്ടിയിട്ടുണ്ട്. 8 കൂട്ടണം 1 കൂട്ടണം 6, 15. ഇനി കോണോട് കോണ് കൂട്ടി നോക്കാം. എങ്ങനെയാണത്? 8 കൂട്ടണം 5 കൂട്ടണം 2, ഇവിടെ 15. ഇനി 4 കൂട്ടണം 5 കൂട്ടണം 6, ഉത്തരം എത്രയാണ്? 15. ഇത് നമുക്ക് എളുപ്പത്തിൽ തന്നെ നിർമ്മിക്കാം. അതെങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ 9 അക്കങ്ങളാണ് കൊടുത്തിട്ടുള്ളത്, അതും തുടർച്ചയായിട്ട് വരുന്ന 9 അക്കങ്ങൾ. ഇവിടെ 1 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. 1 ഉണ്ട്, 2, 3, 4, 5, 6, 7, 8, 9 ആണല്ലോ. ഇതെങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് നിർമ്മിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം 1 മുതൽ 9 വരെയുള്ള അക്കങ്ങൾ നമുക്ക് എഴുതാം. എങ്ങനെ എഴുതുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1, 2, 3, ഇവിടെ 3 കളങ്ങളാണല്ലോ കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് 3. ഇനി 4 താഴെ എഴുതാം. 4, 5, 6, 7, 8, 9. ഇപ്പോൾ 1 മുതൽ 9 വരെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെയല്ലല്ലോ നമ്മൾ മാന്ത്രിക ചതുരം നിർമ്മിച്ചപ്പോൾ ഉണ്ടായിരുന്നത്. ഇങ്ങനെ നേരെയല്ല എഴുതിയിരുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ പെട്ടെന്ന് നിർമ്മിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. ഇങ്ങനെ നമ്മൾ വരച്ചു. എങ്ങനെയാണ് വരച്ചേ? ഇങ്ങനെ വരച്ചു. തിരിച്ചും അതുപോലെ. ഇങ്ങനെ വരച്ചു. ഇനി നമുക്കിതൊരു ചതുരാക്കി മാറ്റാം. ഇതിപ്പോൾ ഒരു ചതുരാക്കിയിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതിൽ ചില സംഖ്യകൾ നമ്മൾ കളത്തിനുള്ളിലും ചില സംഖ്യകൾ കളത്തിന് പുറത്തുമാണ് ഉള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് കളത്തിന് പുറത്തുള്ള സംഖ്യകൾ 1, 7, 9, 3. ഇത് നമുക്ക് ഈ കളങ്ങളിൽ ക്രമീകരിക്കുകയാണ് ചെയ്യേണ്ടത്. അതെങ്ങനെയാണെന്നുള്ളതാണ് നോക്കുന്നത്. നമ്മൾ ആദ്യം 9 എടുത്തു. ഈ 9 തൊട്ട് മുകളിലുള്ളതല്ല, അതിൻ്റെ മുകളിലുള്ള കളത്തിൽ എഴുതുന്നു. കണ്ടോ? 1 നേരെ താഴെയുള്ള കളത്തിൽ നമ്മൾ 9 എഴുതി. ഇനി ഈ 1 നമ്മൾ 9 ഉള്ള സ്ഥലത്തിൻ്റെ മുകളിലായിട്ട് എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ 9ഉം എഴുതി കഴിഞ്ഞു, 1 ഇവിടെ താഴെയും എഴുതി കഴിഞ്ഞു. ഇനി 7 നേരെ മുന്നിൽ തൊട്ട് അടുത്തുള്ള കളത്തിലല്ല, അതിനപ്പുറം 3ൻ്റെ അടുത്തായിട്ട് എഴുതുന്നു. ഇനി 3 നേരെ താഴോട്ട് കൊണ്ടുവരാം. ഇവിടെ 3ഉം എഴുതി. ഇപ്പം നമ്മുടെ മാന്ത്രിക ചതുരം പൂർത്തിയായിട്ടുണ്ട്. ഇനി ശരിയാണോ എന്ന് നോക്കാം.
4ഉം 9ഉം 2ഉം എത്ര ഉത്തരം കിട്ടുന്നത്? 15 കിട്ടുന്നുണ്ട്. 3, 5, 7 ഇത് നേരത്തെ നമ്മൾ നിർമ്മിച്ച് വെച്ചിട്ടുള്ള അതേ മാന്ത്രിക ചതുരാണ് അല്ലേ? ഇതെല്ലാം നേരെയും വിലങ്ങനെയും കോണോട് കോണും ഒക്കെ കൂട്ടിയിട്ടുണ്ടെങ്കിലും നമുക്ക് ഉത്തരം കിട്ടുന്നത് 15ആണ്. ഇങ്ങനെയാണ് മാന്ത്രിക ചതുരം നിർമ്മിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെയാണ് വരച്ചിട്ടുള്ളത്. നമുക്ക് നേരെ ആക്കി വരയ്ക്കാം. ഇതിൽ 4 ഇവിടെ വരും, 9, 2, 3, 5, 7, 8, 1 പിന്നെ വരുന്നത് 6. ഇങ്ങനെയാണ് ശരിയായ രീതിയിൽ നമ്മൾ വരച്ച് എടുക്കുന്നത്. ഇങ്ങനെ ആദ്യം ചതുരം നമുക്ക് പൂർത്തിയാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് ഇങ്ങനെ വരച്ച് ശരിയാക്കാം. ഇനി നമുക്കിതുപോലെ മറ്റൊരു മാന്ത്രിക ചതുരം കൂടി നമുക്ക് നിർമ്മിച്ച് നോക്കാം. നമ്മളിതിനായിട്ട് 3 മുതലുള്ള 9 അക്കങ്ങളാണ് എടുക്കുന്നത്. 3, 4, 5, 6, 7, 8, 9, 10, 11. ഇപ്പോൾ 3 മുതൽ 11 വരെ 9 അക്കങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഇത് വിഭജിക്കണം ഓരോ കളങ്ങളിലാക്കിയിട്ട്. അതിനായിട്ട് ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ വരച്ച് ശേഷം തിരിച്ച് ഇങ്ങനെയും വരയ്ക്കുക. വരച്ച് നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു ചതുരമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഇങ്ങനെയുള്ള വരകൾ നമ്മൾ മായ്ച്ച് കൊടുക്കുന്നു. ഇപ്പോൾ നമുക്ക് 9 കളങ്ങളിലുള്ള ഒരു ചതുരം കിട്ടിയിട്ടുണ്ട്. ഇതിൽ 4 അക്കങ്ങൾ പുറത്താണുള്ളത്. നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഈ 4 അക്കങ്ങളെ നമുക്ക് കളങ്ങളിലേക്ക് ആക്കണം. അതിനെന്താ ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്? ദേ ഇവിടെയുള്ള അക്കം 11ആണ്. ഈ 11നെ നേരെ മുകളിലേക്ക് കൊണ്ടുപോകുന്നു. ഇനിയോ ഇവിടെ 3നെ നേരെ താഴോട്ട് കൊണ്ടുവരുന്നു. ഇനിയുള്ളത് 9ആണ്. 9നെ ഇവിടേക്ക് കൊണ്ടുവരുന്നു. 5 താഴോട്ടും കൊണ്ടുവരുന്നു. ഇപ്പോൾ മാന്ത്രിക ചതുരം പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് കൂട്ടി നോക്കാം എങ്ങനെയാണ് ഉത്തരം കിട്ടുന്നതെന്നുള്ളത്. 6, 11, 4. 6, 11, 4 ഇതാണ് കൂട്ടേണ്ടത്. കൂട്ടിയിട്ട് എത്രയാണ് കിട്ടുന്നത്? 21. ഇനി 5, 7, 9 എത്ര ഉത്തരം കിട്ടുന്നത്? 5ഉം 7ഉം 9ഉം കൂടെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ 21ആണ് കിട്ടുന്നത്. ഇനി കൂട്ടാനുള്ളത് 10, 3, 8. 10ഉം 3ഉം 8 കൂടെ കൂട്ടണം. ഉത്തരം 21 തന്നെയാണ്. ഇനി നമ്മൾ ഇങ്ങനെയാണ് കൂട്ടിയിട്ടുള്ളത്. ഇനി നേരെ താഴോട്ട് കൂട്ടി നോക്കാം. അതായത് 4, 9, 8 21. 7, 3, 11 ഇവിടെയും 21ആണ് കിട്ടുന്നത്. 10ഉം 5ഉം 6ഉം കൂട്ടിയാലും 21. ഇനി കോണോട് കോണ് നമ്മൾ കൂട്ടി നോക്കാം. 8ഉം 7ഉം 6ഉം കൂട്ടിയിട്ടുണ്ടെങ്കിൽ 21ആണ്. 10ഉം 7ഉം 4ഉം കൂട്ടിയാലും നമുക്ക് 21ആണ് കിട്ടുന്നത്. ഇനി ഇത് നമുക്ക് ശരിയായിട്ട് എങ്ങനെ എഴുതാം? ഇങ്ങനെ കളം നേരെ വരച്ചിട്ട് നമുക്ക് എഴുതാം. 6, 11, 4, 5,
7 9 10 3 8. അപ്പോൾ നമുക്ക് മാന്ത്രിക ചതുരം പെട്ടെന്ന് തന്നെ നിർമ്മിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതുപോലെ തുടർച്ചയായിട്ടുള്ള 9 അക്കങ്ങൾ വെച്ചിട്ട് നമുക്ക് മാന്ത്രിക ചതുരം നിർമ്മിക്കാവുന്നതാണ്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇങ്ങനെ വിഭജിക്കുമ്പോഴാണ് നമുക്ക് തെറ്റ് പറ്റുന്നത്. അത് ശരിയായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നിർമ്മിക്കാവുന്നതാണ്.